പൊട്ടിക്കാൻ വേണ്ടി ശൈത്താന്മാര് എല്ലാവരും കൂടി വന്ന ഒരു രാത്രി ഉണ്ടായിരുന്നു. അത് ഈ ഇഫ്രീത്ത് ജിന്ന് എന്ന് പറയുന്ന ഒരു വലിയ ജിന്ന് വലിയ ഒരു തീയുടെ കനലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് കുത്താൻ വേണ്ടി തീയുടെ ശകലവുമായി വന്നപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അഊദു ബിവജ്ഹില്ലാഹിൽ കരീം വബികലിമാത്തില്ലാഹി തഅമ്മാത്തി ലത്തി ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിർ മിൻ ശർരി മാ യൻസിലു മിനസ് സമാഇ വശർരി മാ യഅ്റുജു ഫീഹാ വമിൻ ശർരി മാ ദറഅ ഫിൽ അർളി വശർരി മാ യഖ്റുജു മിൻഹാ വമിൻ ഫിതനിൽ ലൈലി വന്നഹാരി വമിൻ തവാരിഖിൽ ലൈലി വന്നഹാർ ഇല്ലാ ത്വാരിഖ യത്റുഖു ബിഖൈരി യാ റഹ്മാൻ എന്നൊരു ദിക്ർ പറഞ്ഞു കൊടുത്തു. അത് ചൊല്ലിയപ്പോൾ പിശാചുക്കൾ തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, വിഷജന്തുക്കളിൽ നിന്ന് കാവൽ ചോദിക്കുന്ന അഊദുണ്ട്. പാമ്പ് കടിക്കാതിരിക്കാൻ, തേള് കുത്താതിരിക്കാൻ, കരിങ്കണ്ണ് കുത്താതിരിക്കാൻ അതിന് പ്രത്യേകം അഊദുണ്ട്. അതുപോലെ ഉറക്കിൽ നിന്ന് ഭയപ്പെടാതെ, ഉറക്കിൽ ഭയപ്പാട് വരാതിരിക്കാൻ, ഉറക്കിൽ വെറുക്കപ്പെട്ട സ്വപ്നം കാണാതിരിക്കാൻ അതിനെല്ലാം അഊദുണ്ട്. കാണാം, നിങ്ങൾക്ക് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ് ഇന്നി അജിദു ഫിൻ നൗമി വഹ്ശ, ഞാൻ എന്റെ ഉറക്കിൽ എനിക്ക് പേടിപ്പിക്കപ്പെടുന്നു, ഉറക്കിൽ പേടി തോന്നുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, നീ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ ഗളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാതി ശയാത്തീൻ വഅൻ യഹ്മുറൂൻ എന്ന് നീ ചൊല്ലിയിട്ട് കിടന്നുറങ്ങൂ. നിനക്ക് ഉറക്കിൽ ഭയപ്പെടുത്തപ്പെടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല. ഇനി നിങ്ങൾക്ക് കാണാം സഹോദരന്മാരെ, ഉറങ്ങുന്ന സമയത്ത് പ്രത്യേകം ചൊല്ലൽ സുന്നത്തുള്ള അഊദുണ്ട്. അതാണ് ബിസ്മില്ലാഹി അഊദു ബികലിമാത്തില്ലാഹി താമ്മതി മിൻ ഗളബിഹി വഇഖാബിഹി വശർരി ഇബാദിഹി വമിൻ ഹമസാതി ശയാത്തീൻ വഅൻ യഹ്മുറൂൻ. അത് ഉറക്കിൽ പേടി വരാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുത്തതാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, പാമ്പ് കടിയേൽക്കാതിരിക്കാൻ അഊദുണ്ട്. പാമ്പ് കടിയേൽക്കാതിരിക്കാൻ അഊദുണ്ട്. അത് രാവിലെയും വൈകുന്നേരവും ചൊല്ലണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഓരോ സ്ഥലത്തും പല ദിക്റുകളുമുണ്ട്. അതിൽ അഊദു ചൊല്ലൽ പ്രത്യേകം സുന്നത്തുള്ള, പ്രത്യേകം പ്രാധാന്യമുള്ള കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു വന്നത്. 2 സ്ഥലങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ വേറെ ചില വിഷയത്തിലേക്ക് കടക്കും. ഒന്ന്, നായ കുരക്കുന്നത് കേട്ടാൽ, കഴുത ശബ്ദിക്കുന്നത് കേട്ടാൽ അവിടെ പ്രത്യേകം അഊദു ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേ സമയത്ത് പൂവൻകോഴി കൂകുന്നത് കേട്ടാൽ, പൂവൻകോഴിയാണല്ലോ കൂകൽ, പടക്കോഴി കൂകലില്ലല്ലോ, ഇപ്പൊ അടുത്തല്ലേ ഈ പടക്കോഴി കൂകുന്ന പരിപാടി തുടങ്ങിയത് അല്ലേ? പലതും ഇങ്ങനെ മാറിപ്പോയി. പഴയ കാലത്ത് നമുക്ക് ഉറക്കം തൂക്കണ്ട, വെറും ദിക്ർ പറഞ്ഞിട്ട് ഉറക്കം തൂക്കണ്ട. പഴയ കാലത്ത്, എന്റെ കുട്ടിക്കാലത്തൊക്കെ നായാന്ന് കേട്ടാൽ കുറുക്കൻ ഓടല. ഇപ്പൊ ഞാൻ പല സ്ഥലത്തും കണ്ടു നായയും കുറുക്കനും മുന്നണിയായിട്ട് പോകുന്നത്, ഒന്നായിട്ട് പോകുന്ന ഒരു പേടിയില്ല. കാരണം കാലം വല്ലാതെ മാറിപ്പോയല്ലോ അല്ലേ? എന്നാൽ നിങ്ങൾ ചിന്തിക്കണം, പൂവൻകോഴി അത് കൂകുന്ന സമയത്ത് ദുആക്ക് ഉത്തരമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇദാ സമീഅതും അസ്വാത ദീഖതി ഫസലുല്ലാഹ മിൻ ഫളി ഫഇന്നഹാ റഅത് മലകൻ. കോഴി കൂകുന്ന സമയം നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തോളൂ, പടച്ചവന്റെ ഔദാര്യം ചോദിച്ചോളൂ. കാരണം കോഴി കൂകുന്നത് ഒരു മലക്കിനെ കണ്ടുകൊണ്ടാ. ഇപ്പൊ മലക്കിറങ്ങുന്ന സമയമാണ്. എന്നാൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വൈദാ സമീഅതും നഹീഖൽ ഹമീർ, കഴുത ശബ്ദമുണ്ടാക്കുന്നത് കേട്ടാൽ ഫതഅബ്ബദൂ ബില്ലാഹി മിനശ് ശൈത്താൻ ഫഇന്നഹാ റഅത് ശൈത്താനാ. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കഴുത ശബ്ദിക്കുന്ന സമയത്ത് നിങ്ങൾ ശൈത്താനിൽ നിന്ന് കാവൽ ചോദിച്ചോളൂ. കാരണം ശൈത്താനിനെ കണ്ടിട്ടുണ്ട് ആ കഴുതയെന്ന് മനസ്സിലാക്കിക്കോളൂ. എന്നാൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ സമീഅതും നിബാഹൽ കിലാബി വനഹീഖൽ ഹിമാരി ബില്ലൈലി ഫതഅബ്ബദൂ ബില്ലാഹി മിനശ് ശൈത്താൻ
ഫഇന്നഹുന്ന യറൈന മാ ലാ തറൂൻ. നായ രാത്രി സമയത്ത് കുരക്കുന്നത് കേട്ടാൽ, ശബ്ദിക്കുന്നത് കേട്ടാൽ, അതുപോലെ കഴുതയുടെ ശബ്ദം കേട്ടാൽ, രാത്രിയിൽ കുരക്കുന്നത് കേട്ടാൽ, നിങ്ങൾ പടച്ചവനോട് ശൈത്താനിൽ നിന്ന് കാവല് ചോദിച്ചോളൂ. കാരണം ആ കഴുതയും നായയും നിങ്ങൾ കാണാത്തത് കാണുന്നുണ്ട് കേട്ടോ. ഇനി സഹോദരന്മാരെ, ഉറക്കിൽ ഇഷ്ടപ്പെടാത്തത് കണ്ടു കഴിഞ്ഞാലോ? ഉറക്കിൽ ഇഷ്ടപ്പെടാത്ത വെറുക്കുന്ന കാര്യം കാണാതിരിക്കാൻ ചൊല്ലേണ്ടതാ നേരത്തെ പറഞ്ഞത്. എന്നാൽ അത്തരത്തിലുള്ള കാര്യം കണ്ടതിന് ശേഷം പേടി വന്നാൽ അപ്പോൾ ചൊല്ലേണ്ടതോ? അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അർറുയ സാലിഹത്തു മിനല്ലാഹി തആല, നല്ല സ്വപ്നം അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്. വറുയ സൂഇ മിനശ് ശൈത്താൻ, അതേ സമയത്ത് ദുഷിച്ച സ്വപ്നങ്ങൾ ശൈത്താനിൽ നിന്നുള്ളതാണ്. നമ്മളെ ഒരാൾ അടിക്കുന്നത് കാണുന്നു, അല്ലെങ്കിൽ കുത്തുന്നത് കാണുന്നു, കൊല്ലുന്നത് കാണുന്നു, അങ്ങനെ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് നാശം സംഭവിക്കുന്നത് കാണുന്നു. ഇങ്ങനെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന സ്വപ്നങ്ങളുണ്ടല്ലോ, അത് ശൈത്താനിൽ നിന്നാണ്. ഫമൻ റആ റുയ ഫകരിഹ മിൻഹാ ശൈഅൻ, അങ്ങനെ വല്ല സ്വപ്നവും കണ്ടിട്ട് നിങ്ങളെ മനസ്സിനൊരു വെറുപ്പുണ്ടായാൽ ഫല്യംഫസി അൻ യസാരിഹി, അവൻ ഇടതുഭാഗത്തൊന്ന് തുപ്പട്ടെ. ഇടതുഭാഗത്തേക്ക് തുപ്പിയിട്ട് വല്യതഅബ്ബദ് ബില്ലാഹി മിനശ് ശൈത്താൻ, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ചൊല്ലിക്കോളൂ. അങ്ങനെ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ദുഃഖമുണ്ടാക്കുന്ന സ്വപ്നം കണ്ടാൽ ഇടത്തോട്ട് തുപ്പിയിട്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. എന്നിട്ട് അവിടുന്ന് പറയുന്നു, വലാ യുഖ്ബിറു ബിഹാ അഹദൻ, മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന സ്വപ്നം കണ്ടാൽ നിങ്ങൾ അതാരോടും പറയരുത് കേട്ടോ. മനസ്സിനെ ദുഷിപ്പിക്കുന്ന സ്വപ്നം കണ്ടാൽ അതാരോടും പറയരുത് കേട്ടോ. അതേസമയത്ത് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന സ്വപ്നം കണ്ടാൽ പറയുന്നതിന് വിരോധമില്ല. പക്ഷേ കാര്യവിവരമില്ലാത്തവരോട് പറയരുത്, അറിവില്ലാത്തവരോട് പറയരുത്. കാര്യവിവരമുള്ള നല്ല ആളുകളോട് നല്ല സ്വപ്നം കണ്ടത് പറയുന്നതിന് വിരോധം ഇല്ല. ആരെങ്കിലും നല്ല സ്വപ്നം കണ്ടാൽ അദ്ദേഹം സന്തോഷമായി കൊള്ളട്ടെ. ഇഷ്ടപ്പെടുന്ന നല്ല മനുഷ്യന്മാരോടല്ലാതെ അത് പറയരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ കാവൽ ചോദിക്കൽ ഉറക്കിൽ നിന്ന്, അതുപോലെ വിഷമമുണ്ടാകുന്ന സമയത്ത് കാവൽ ചോദിക്കലുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വിഷജന്തുക്കളിൽ നിന്ന് കാവൽ ചോദിക്കലുണ്ടെന്ന് പറഞ്ഞില്ലേ? അതും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതേ അത്തഅബ്ബുദു മിനൽ ഹവാം, ഇഴജന്തുക്കളിൽ നിന്ന് കാവൽ ചോദിക്കൽ. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻ ഖാല ഹീന യുംസി സലാസ മർറാത്തിൻ, ആരെങ്കിലും 3 തവണ ചൊല്ലിയാൽ, വൈകുന്നേരം ചൊല്ലിയാൽ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്, അങ്ങനെ ചൊല്ലിയാൽ ലം യദുറഹു ലദ്ഗതു ഹയ്യത്തിൻ ഫീ തിൽക്കൽ ലൈല, ആ രാത്രിയിൽ അവന് പാമ്പ് കടിയേൽക്കുകയില്ല, പാമ്പിന്റെ വിഷമേൽക്കുകയില്ല. ഇമാം ബൈഹഖിയുടെ റിപ്പോർട്ടിൽ കാണാം, അവന് വിഷമേൽക്കുകയില്ല. വലം യദുറഹു, അവനെ ഒന്നും ബുദ്ധിമുട്ടിക്കുകയില്ല. ലാ യദുറഹു ലദ്ഗത്തുൻ അയ്യഅമ്മത്തിൻ ദൽമിൻ ഹയ്യത്തിൻ ഔ അഖറബിൻ ഔ ഗൈരിഹിമാ, പാമ്പാകട്ടെ തേളാകട്ടെ വിഷജന്തുക്കളുടെ ഒരു വിഷമങ്ങളും തന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ ചൊല്ലിയാൽ 3 സമയം, എന്റെ സഹോദരിമാരെ സഹോദരന്മാരെ, നിങ്ങൾ രാവിലെയും ചൊല്ലിക്കോ, വൈകുന്നേരവും ചൊല്ലിക്കോ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ഹദ്ദാദ് റതീബ് ചൊല്ലുന്നവർ അതറിയാതെ അങ്ങ് ചൊല്ലിപ്പോകുന്നുണ്ട്. ബിർദുൽ ലത്തീഫ് ചൊല്ലുന്നവർ അത് ചൊല്ലിപ്പോകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് രാവിലെയും വൈകുന്നേരവും അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ നിങ്ങൾ ചൊല്ലിക്കോളൂ. എന്താണ് ആ ദിക്റിന്റെ അർത്ഥം എന്നതിനെ സംബന്ധിച്ച് കൂടി വിശദീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് 10 മണിക്ക് മുമ്പായി നമ്മുടെ പ്രസംഗം നിർത്തണം. അത് നിർത്തുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്, വിഷജന്തുക്കളിൽ നിന്നും, എല്ലാ പ്രശ്നമുണ്ടാക്കുന്നവരുടെ ശർറിൽ നിന്നും, എല്ലാ പ്രശ്നമുണ്ടാക്കുന്ന ജീവികളിൽ നിന്നും കാവല് ചോദിക്കുന്ന ദിക്റാണത്. എന്താണ് അതിന്റെ മഅന? അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്,
അള്ളാഹുവിന്റെ പൂർണ്ണമായ കലിമത്തുകളെ കൊണ്ട് ഞാൻ കാക്കുന്നു. അള്ളാഹുവിന്റെ പൂർണ്ണമായ കലിമത്തുകൾ എന്ന് പറഞ്ഞാലോ, അള്ളാഹുവിന്റെ പൂർണ്ണമായ കലിമത്തുകൾ എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. സഹോദരന്മാര് ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നതാണല്ലോ ഇതുവരെ നമ്മൾ പറഞ്ഞത്. എന്നാൽ പാമ്പിൽ നിന്ന് കാവൽ ചോദിക്കുന്ന സ്ഥലത്ത്, അതുപോലെ അതേ ഉറക്കിൽ ഉണ്ടാകുന്ന മുസീബത്തുകളിൽ നിന്ന് കാവൽ ചോദിക്കുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ദിക്ർ അഊദു ബില്ലാഹി എന്നല്ലല്ലോ, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്നല്ലല്ലോ, അള്ളാഹുവിനെ കൊണ്ട് കാക്കുന്നു എന്നല്ലല്ലോ, അഊദു ബികലിമാത്തില്ലാഹി, അള്ളാഹുവിന്റെ കലിമത്തുകളെ കൊണ്ട് കാക്കുന്നു എന്നാണല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ കലിമത്തുകളെ കൊണ്ട് കാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? സഹോദരന്മാര് മനസ്സിലാക്കണം. അതിന് രണ്ട് തഫ്സീറുകളാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇമാം ദാസി റളിയല്ലാഹു അൻഹു രണ്ട് തഫ്സീറും അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമത്തുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഖുർആനിൽ ഓതാറുണ്ടല്ലോ, എന്താണ്? ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിന് ഒരു ഓർഡർ ഉണ്ട്. അള്ളാഹുവിന്റെ ഓർഡർ ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കുകയില്ലെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. ലോകത്ത് ഒരു നബിക്കും ഒരു വലിയനും ഒരു മലക്കിനും ഒരു ജീവിച്ചിരിക്കുന്നവർക്കും ഒരു മരിച്ചവർക്കും ഒരു എഞ്ചിനീയർക്കും ഒരു ഡോക്ടർക്കും ഒരു വക്കീലിനും ഒരു കോടതിക്കും ഒരു പോലീസിനും ഒരു ഭരണാധികാരിക്കും ഒരു സാധാരണക്കാരനും ഒരു പണക്കാരനും ഒരു കുബേരനും ഒരു കുചേലനും ഒരു പാവപ്പെട്ടവനും, ഓ മനുഷ്യ, ലോകത്ത് ആർക്കെങ്കിലും എന്തിനെങ്കിലും കഴിയുമോ? കഴിവുള്ളവൻ അള്ളാഹു മാത്രമല്ലേ. അവൻ കൊടുക്കുന്നതല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടല്ലേ പടച്ചറബിനോട് നമ്മൾ കാവൽ ചോദിക്കുന്നത്, ശർറുകളിൽ നിന്ന് കാവൽ ചോദിക്കുന്നത്, ഖൈറുകൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, എല്ലാം അള്ളാഹുവിങ്കിൽ നിന്നല്ലേ. എന്നാ നീ ഓർക്കണം, അള്ളാഹുവിന്റെ ഓർഡർ ഇല്ലാതെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഒരു പാമ്പും അള്ളാഹിന്റെ ഓർഡർ ഇല്ലാതെ കടിക്കുകയില്ല, ഒരു തേളും കുത്തുകയില്ല, ഒരാളും ഒന്നും ചെയ്യുകയില്ല. അതല്ലേ മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങൾ പറഞ്ഞില്ലേ, ഏകൽ കൂടാതെ ഞാനൊന്നും ചെയ്തില്ല, ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണേ നിന്നെ പറയുന്നും കേട്ടോവർ. പടച്ചവന്റെ ഓർഡർ ഇല്ലാതെ ഇവിടെ ഒന്നും ആരും ചെയ്യുന്നില്ല, ഒരു നബിയും ചെയ്യുന്നില്ല, ഒരു വലിയും ചെയ്യുന്നില്ല. ആരാനും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാൻ അനുവാദം വന്നാൽ പറവൻ ഞാനെന്നോവർ. അനുമതിയില്ലാതെ ഞാൻ സംസാരിക്കില്ല. അപ്പൊ അല്ലാഹുവിന്റെ ഒരു ഓർഡർ ഉണ്ട് ഏത് വിഷയത്തിലും. ആ ഓർഡർ എന്താണ്? ഉണ്ടാകണം എന്ന് പറയുന്ന ഓർഡർ, അതാണ് അല്ലാഹുവിന്റെ ഓർഡർ. ഉണ്ടാകണം എന്ന അല്ലാഹുവിന്റെ ഓർഡർ. ആ ഓർഡർ അല്ലാഹു പറയണമെന്നില്ല, അല്ലാഹു ഉദ്ദേശിച്ചാൽ മതി. അല്ലാഹു ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചാൽ കുൻ ഫയകൂൻ, അതുണ്ടാകും. അല്ലാഹു ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചില്ലെങ്കിലോ ഇവിടെ ഒന്നും ഉണ്ടാവുകയില്ല. എല്ലാ സംഗതികളും അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരമാണ്. അല്ലാഹു തആല ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാകും, ഉണ്ടാകണ്ടെന്ന് ഉദ്ദേശിച്ചാൽ ഉണ്ടാവുകയില്ല. ഇങ്ങനെയാണ്. ഇവിടെ നിങ്ങൾ ഓർക്കണം, തീക്ക് കരിക്കാൻ കഴിയുമോ? തീക്ക് സ്വന്തം കരിക്കാൻ കഴിയുമോ? എങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കരിഞ്ഞു പോകേണ്ടതല്ലേ? പക്ഷേ കരിയണം എന്ന ഓർഡറിന് പകരം കുനീ ബർദം വസലാമാ, നീ തണുപ്പാകണം, എയർ കണ്ടീഷനാകണം, രക്ഷയാകണം, സമാധാനമാകണം. ഓർഡർ അങ്ങനെയാണ്. അപ്പോൾ ആ തീ കരിക്കുന്നില്ല, എയർ കണ്ടീഷനാണ്. ഓർഡർ ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഒരു തീയും കരിക്കുന്നില്ല, ഒരു കത്തിയും മുറിക്കുന്നില്ല, ഒരു മരുന്നും രോഗശമനം നടത്തുന്നില്ല. ഒരു വലിയും ഒരു നബിയും ഒരു മലക്കും ഒരാളും തന്നെ ഓർഡർ ഇല്ലാതെ ഇവിടെ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. എല്ലാം പടച്ച റബ്ബിന്റെ ഓർഡർ പ്രകാരമാണ്.